കോൺഗ്രസ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുണ്ട്. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, തൃശ്ശൂര് വളരെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ സീറ്റ് കച്ചവടം നടത്തുന്നു. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശന്റെ കൊച്ചിയിലെ ആധിപത്യം തകർന്നു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ തൃശ്ശൂർ പോയി അദ്ദേഹം ഇടപെടാതിരുന്നിട്ടുള്ളത്. കെ മുരളീധരനെ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയ എം പി വിൻസെന്റും ജോസ് വള്ളൂരും ഒക്കെ തന്നെയാണ് ഇപ്രാവശ്യവും തൃശ്ശൂരിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ മേയർ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങിയിട്ടാണ് മേയറെ നിയമിച്ചത് എന്ന ഒരു വലിയ ആരോപണവും ഉന്നയിച്ചുകൊണ്ടാണ് ലാലി ജെയിംസ് ഇന്നലെ രാവിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. മറ്റത്തൂർ അവിടെ വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത മറ്റാരെയോ പ്രസിഡന്റായിട്ട് അവരോധിക്കാൻ നടത്തിയ ശ്രമത്തിനേറ്റ തിരിച്ചടിയല്ല ഈ 8 മെമ്പർമാരുടെ രാജി എന്ന് പറയുന്നത്. കുമരകം പഞ്ചായത്തിൽ UDF-ഉം BJP-യും ചേർന്നല്ല ഭരിക്കുന്നത്. 2020 ഏത് നിമിഷവും BJP-യിലേക്ക് പോകുമെന്ന് അറിയാൻ പാടില്ലാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്കൊന്ന് കോൺഗ്രസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ 3 ഡയറക്ടർമാരും, കോൺഗ്രസ് എന്ന കമ്പനിയുടെ ഈ 3 ഡയറക്ടർമാരും ഒരു കാരണവശാലും കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കാതിരിക്കത്തില്ല. ഇതിപ്പോൾ ദേശീയ തലത്തിലൊക്കെ പല ട്രോളുകളിലൊക്കെ വരാറുണ്ട്. കാരണം BJP-യുടെ ഏറ്റവും വലിയ ഏജന്റാണ് കെ സി വേണുഗോപാൽ. നമസ്കാരം. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത വിജയത്തിന് ശേഷം UDF ശരിക്കും പറഞ്ഞാൽ ഒരു മായസ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് തോന്നും? ഈ സ്ഥലജല ഭ്രമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാണ്ഡവരുടെ കൊട്ടാരത്തിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയം കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ മത്തുപിടിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചെറിയ സംശയം നമുക്ക് ഇല്ലായികയില്ല. ഇപ്പോൾ എന്താണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അടുത്ത പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, അതായത് ശ്രീ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ തമ്മിലുള്ള ആ ഒരു പോരാട്ടം കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കുക വളരെ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മാത്രമേ UDF-ന് സാധിച്ചിട്ടുള്ളൂ എന്നുള്ള പൊളിറ്റിക്കൽ റിയാലിറ്റി കോൺഗ്രസിന്റെ നേതാക്കന്മാരെങ്കിലും മനസ്സിലാക്കണം. പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് അവർക്കിതൊരു ഫൈറ്റാണ്, ഒരു സ്പിരിറ്റാണ്. കാരണം ഒരു ഫുട്ബോൾ മാച്ചിൽ ടീമുകൾ പരസ്പരം തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കാണികളുടെ ആവേശം പോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് പരാജയം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി സംവിധാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മുന്നേറ്റം ഉണ്ടായിരുന്നു, വിജയങ്ങളുണ്ടായിരുന്നു UDF-ന്. എങ്കിൽ തന്നെയും മറ്റ് നിയമസഭാ ഇലക്ഷനും ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റിട്ടുള്ള വലിയ തിരിച്ചടികൾ, ആ തിരിച്ചടികൾക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് UDF പ്രവർത്തകർക്ക് സാധിച്ചപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത്. ഈ ആവേശത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെയും അവരുടെ ആത്മാർത്ഥതയെയും ചോദ്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയെയും അവരുടെ പാർട്ടിയോടുള്ള സ്നേഹത്തെയും വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേരുറപ്പുള്ള ഗ്രൂപ്പാണ് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. കോൺഗ്രസ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുണ്ട്. എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെങ്കിലും തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർ, അതിനുശേഷം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുണ്ട്. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ആ ഗ്രൂപ്പിനെ വിറ്റ് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് നേതാക്കന്മാരും തയ്യാറായിട്ടില്ല എന്നുള്ളിടത്തായിരുന്നു ആ ഗ്രൂപ്പുകളുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് തൃശ്ശൂരെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, തൃശ്ശൂര് വളരെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ സീറ്റ് കച്ചവടം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടതിൻ്റെ ശബ്ദരേഖകളടക്കം പല ആളുകളുടെയും കൈവശമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകിച്ച് UDF-നെ നമ്മൾ കൂടുതലായിട്ട് കടന്നാക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ 1-2 വീഡിയോകളിൽ നമ്മളത് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ അന്നേ ഉണ്ടായിരുന്നു. അന്നേ കോൺഗ്രസ് നേതൃത്വം ശക്തമായ ഒരു നിലപാടുകൾ ആ ഒരു വിഷയത്തിൽ കൈക്കൊള്ളേണ്ടതായിരുന്നു. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശന്റെ കൊച്ചിയിലെ ആധിപത്യം തകർന്നു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ തൃശ്ശൂർ പോയി അദ്ദേഹം ഇടപെടാതിരുന്നിട്ടുള്ളത്. മറ്റു പല കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർക്കും തൃശ്ശൂർ ഇടപെടാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരുന്നില്ല. കെ മുരളീധരനെ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയ എം പി വിൻസെന്റും ജോസ് വള്ളൂരും ഒക്കെ തന്നെയാണ് ഇപ്രാവശ്യവും തൃശ്ശൂരിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
അയാൾക്ക് തേറമ്പിൽ രാമകൃഷ്ണനെ അതിനകത്തൊരു പാർട്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ, ഭാഗമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേറമ്പിൽ രാമകൃഷ്ണനെ ബലിയാടാക്കി എന്ന് പറയാം. ഈ MP വിൻസെന്റിന്റെയും ടാർജറ്റ് ജോസഫിന്റെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജോസ് വള്ളൂരിന്റെയും ഒക്കെ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് മറ്റു പ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് തേറമ്പിൽ രാമകൃഷ്ണനെ അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിലൊക്കെ ഉൾപ്പെടുത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് എന്താണ്? തൃശ്ശൂരുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ 10 സീറ്റുകൾ UDF ഉണ്ടായിരുന്നു. അതിൽ 8 പേരും രാജിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? തൃശ്ശൂരിൽ മേയർ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങിയിട്ടാണ് മേയറെ നിയമിച്ചത് എന്ന ഒരു വലിയ ആരോപണവും ഉന്നയിച്ചുകൊണ്ടാണ് ലാലി ജെയിംസ് ഇന്നലെ രാവിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. നിജി ജസ്റ്റിൻ എന്ന് പറയുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എങ്ങനെ മേയറായി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരമോ മറുപടിയോ തരാനായിട്ട് കോൺഗ്രസിന്റെ തൃശ്ശൂരിലുള്ള നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് മറ്റത്തൂർ അവിടെ വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത മറ്റാരെയോ പ്രസിഡന്റായിട്ട് അവരോധിക്കാൻ നടത്തിയ ശ്രമത്തിനേറ്റ തിരിച്ചടിയല്ല ഈ 8 മെമ്പർമാരുടെ രാജി എന്ന് പറയുന്നത്. ശരിയല്ലേ ഇത് കൂടാതെ തന്നെ പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPIയും UDFുമായിട്ട് സഖ്യം ചേർന്നിട്ടല്ലേ വിജയിച്ചിട്ടുള്ളത്. അതിന്റെ പ്രസിഡന്റ് ഇപ്പൊ രാജിവെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ SDPIയുടെ ആ ഒരു വോട്ട് നേടി UDFിന്റെ പ്രസിഡന്റ് അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ. അത് കൂടാതെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുമരകം പഞ്ചായത്തിൽ UDFും BJPയും ചേർന്നല്ല ഭരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. കേരളത്തിലുടനീളം BJPക്കെതിരെ ഘോരം പ്രസംഗിക്കുന്നു. പാലാ നഗരസഭയെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. BJPയെയാണ് UDF പിന്തുണയ്ക്കുന്നത്. പെരിയ പുല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒഴിച്ച് വേറെ ആരും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടില്ല. കോൺഗ്രസിൻ നേതൃത്വത്തിന്റെ ധിക്കാരപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണത്. അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്നല്ലേ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണ്ടേ, മറിച്ച് നേതൃത്വം എന്തിനാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പൊ കൊച്ചി മേയറെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം തേടിയിട്ടാണ് മേയറെ തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പെരിയ പുല്ലൂർ പഞ്ചായത്തിലുള്ള മെമ്പർമാർക്കും ആ അവകാശം വേണ്ടേ? ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇന്നയാളെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശമൊക്കെ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്കില്ലേ? അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? എന്തിനാണ് പിന്നെ ഈ കോൺഗ്രസ്സുകാർക്കിടയിൽ ഇതേപോലത്തെ ഒരു വേർതിരിവുണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എരുമേലി പഞ്ചായത്തിൽ എന്തിനാണ് UDF ഇന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്? ഇതിന്റെയൊക്കെ കാരണം വ്യക്തമാക്കണമല്ലോ. അതുകൂടാണ്ട് പുത്തൻകുരിശിന് 2020 UDFിന്റെ പ്രഖ്യാപിത ശത്രുവാണ്. 2020 ഏത് നിമിഷവും BJPയിലേക്ക് പോകുമെന്ന് അറിയാൻ പാടില്ലാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്കൊന്ന് കോൺഗ്രസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. 2020യെ സംബന്ധിച്ചിട്ട് ഇനി അവരുടെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ BJPയുമായിട്ടുള്ള അലയൻസ് ആണ്. അങ്ങനെ BJP അലയൻസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന 2020യുമായിട്ട് പുത്തൻകുരിശിൽ UDF കൈകൊടുത്തു എങ്കിൽ ഇന്ന് 2020 നാളെ UDF എന്ന രീതിയിലേക്ക് മാറത്തില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KC വേണുഗോപാൽ കേരളത്തിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളത്തിൽ പ്രവർത്തനരഹിതരായിരുന്നിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകളെയൊക്കെ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പല പഞ്ചായത്തുകളിലും പല ബ്ലോക്കുകളിലും പല ജില്ലകളിലും ഒക്കെ ഭാരവാഹികളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, KPCCക്ക് അകത്ത് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, KC വേണുഗോപാലിന് കേരളത്തിൽ എന്തിനാണ് ഒരു ഗ്രൂപ്പ്? കോൺഗ്രസിന് അഖിലേന്ത്യാ പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. KC വേണുഗോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു ഒപ്പ് മാത്രം പോരെ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒപ്പ് മാത്രം പോരെ? അതിനുശേഷം പിന്നെ എന്തിനാണെന്ന് കേരളത്തിൽ വന്ന് KC വേണുഗോപാൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? കോൺഗ്രസിന് എന്തൊക്കെ ഹൈക്കമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഈ 3 പേര് പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ പോലും നിൽക്കത്തില്ലല്ലോ. പിന്നെ KC വേണുഗോപാൽ എന്തിനാണെന്ന് ഭയക്കുന്നത്? ഈ 3 ഡയറക്ടർമാരും, കോൺഗ്രസ് എന്ന കമ്പനിയുടെ ഈ 3 ഡയറക്ടർമാരും ഒരു കാരണവശാലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാതിരിക്കത്തില്ല, KC വേണുഗോപാലിനെ തള്ളി പറയത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ വന്നിട്ട് ഈ KC വേണുഗോപാൽ ഇതുപോലെ കോൺഗ്രസിനകത്ത് ഈ കച്ചവടം നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പരസ്യമായിട്ട് തൃശ്ശൂർ ഉള്ള ഒരു മേയർ സ്ഥാനാർത്ഥി വന്നിട്ട് പറയുകയാണ് തന്നോട് അവിടുത്തെ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടു എന്ന്. എന്താ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? അത് ഈ BJPക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോ ദേശീയ തലത്തിലൊക്കെ പല ട്രോളുകളിലൊക്കെ വരാറുണ്ട്. കാരണം BJPയുടെ ഏറ്റവും വലിയ ഏജന്റാണ് KC വേണുഗോപാൽ എന്ന്.
ഇപ്പോൾ മലയാളികളും സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു BJP കോൺഗ്രസ് അലയൻസ് ഉണ്ടാകാൻ സാധ്യത BJP കോൺഗ്രസ് അലയൻസ് ഒന്നും അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടാവത്തില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJP കൃത്യമായിട്ടൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും 2026 തെളിച്ചു പറയാം. അവരുടെ ലക്ഷ്യം 2031. 2031 LDFും BJPയുമായിട്ടുള്ള ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കളമാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പറയട്ടെ, ഈ വരും ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിൽ നിന്ന് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്നൊക്കെ ഒരുപാട് നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കുണ്ടാവും. കാരണം കോൺഗ്രസ് ചിലപ്പോൾ കേരളത്തിൽ നിന്ന് നാമാവശേഷം ചില സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് പാറ്റേണും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിട്ട് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലികേറാം മല തന്നെയാണ്. അതല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ആണത്. ആ ഒരു കണക്ക് കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കുന്ന ഒരാളും അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് പോകത്തില്ല. കാരണം ഓരോ ദിവസവും കാട്ടിക്കൂട്ടുന്ന പൊട്ടത്തരങ്ങൾ. കാരണം ഞാൻ പറയട്ടെ, UDFനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? കാരണം ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFനകത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിന് പണം ആവശ്യമുണ്ട്, നേതാക്കന്മാരെ ആവശ്യമുണ്ട്. പണം ഉണ്ടെങ്കിൽ മാത്രമേ നേതാക്കന്മാരെ ഹയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം വില കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ആളുകളായിട്ട് കോൺഗ്രസ് നേതൃത്വം തരം താഴെപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഈ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ അഴിമതിയുടെ കൂമ്പാരമായിരിക്കും, അല്ലെങ്കിൽ ഈ അഴിമതിയുടെ വലിയൊരു ലൈനപ്പ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു 3 മാസം കൊണ്ട് കാണിക്കാൻ പറ്റുന്നത്ര അഴിമതി കാണിച്ച് കോടികൾ സമ്പാദിച്ചാൽ മാത്രമേ അവർക്ക് നിയമസഭാ സീറ്റ് കാശ് കൊടുത്ത് മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് കോൺഗ്രസിനകത്ത്. കാരണം അതല്ല എങ്കിൽ KPCC ഒക്കെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് ആർക്കെതിരെയാണ്? തൃശ്ശൂർ DCC പ്രസിഡന്റിനെതിരെ അല്ലേ? തൃശ്ശൂർ DCC പ്രസിഡന്റിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോൺഗ്രസിന് സാധിക്കാത്തത്? അത് KC വേണുഗോപാലിന്റെ സപ്പോർട്ട് ടാർഗറ്റ് ജോസഫിനുള്ളത് കൊണ്ടല്ലേ? അവിടുത്തെ DCC പ്രസിഡന്റ് ഉള്ളത് കൊണ്ടല്ലേ? ഈ ടാർഗറ്റ് ജോസഫിന്റെ സ്പോൺസർ ആരാണ്? MP വിൻസെന്റ് അല്ലേ? MP വിൻസെന്റ് ഇനി ഒല്ലൂർ നിന്നാലോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന വികാരത്തെ വിറ്റ് പണമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരായാലും അവരെ കോൺഗ്രസിനകത്ത് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് പ്രവർത്തകർ ആലോചിക്കുക. ഇതിന്റെ താഴെ വന്നിട്ട് പല ആളുകളും പറഞ്ഞേക്കാം, കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ കോൺഗ്രസ്സുകാർ നോക്കിക്കാം. നിങ്ങൾ തന്നെ നോക്കിക്കോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും ചെയ്യാതെ നിങ്ങൾ ഒരു കച്ചവടം മാത്രമാക്കിയിട്ട് കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് നിസാരമായിരിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.